ഹൈറിച്ചിൽ കുറേ കാശ് നഷ്ടപ്പെട്ട കുറേ പാവങ്ങളുണ്ടല്ലോ. ആ പാവങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനോട് പറയുന്നത്, തുടക്കം മുതലേ ഞങ്ങൾ പറയുന്നുണ്ട്, ഇതിങ്ങനെ കേസ് നേടിക്കൊണ്ട് പോകും, നിങ്ങൾ കാശ് കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ്. കമ്പനി ഒരു കാരണവശാലും തിരിച്ചു വരില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞത്, അന്നും ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനി ഒരു കാരണവശാലും തിരിച്ചു വരില്ല. നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഇതൊന്നും നിങ്ങൾ കേൾക്കൂലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ബഡ്സിൻ്റെ കേസിൽ വിധി വരും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 21-ൻ്റെ ഉള്ളിൽ എന്തായാലും വിധിയാക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നീട്ടിക്കൊണ്ടുവന്ന് 4-ാം തീയതി ആക്കി. 4-ാം തീയതി ഇപ്പോൾ ഇന്നായിരുന്നു, ഇന്നിപ്പോൾ 9-ലേക്ക് പോയി. ആ വിധി പറഞ്ഞ ഉടനെ അത് പോസിറ്റീവ് വിധിയായിരിക്കും. കമ്പനിയുടെ ബഡ്സ് കേസിൽ നിന്നും കമ്പനി ഒഴിവാക്കും. പിന്നെ കമ്പനി ഉടൻ തുറക്കും, ഉടൻ കാശ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പാവങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പൊന്ന് സഹോദരന്മാരെ, ഒരു കാരണവശാലും നിങ്ങൾക്കിപ്പോൾ അടുത്ത കാലത്തൊന്നും കമ്പനി തുറക്കാനോ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് വിധി വന്നു എന്ന് വിചാരിക്കുക, നിങ്ങളെ കാശ് കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അത് കിട്ടാൻ വലിയ പ്രയാസമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇത് പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഒരുപാടധികം വിഷമിക്കുന്ന ആളുകളൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകൾ വന്നിട്ട് പറയുമ്പോൾ, നിങ്ങൾ ഞങ്ങളെ കാര്യം നോക്കണ്ട, ഞങ്ങളാണ്, നീ ഏതാടാ പൊട്ട അങ്ങനെ എന്ന് പറഞ്ഞ് കുറേ തെറി വിളിച്ചിട്ട് പോവും, ഞങ്ങളെ കാശ് പോയി, ഞങ്ങളെ കാശാണ്, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കമൻ്റ് ഇടാത്ത വേറെ ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. എൻ്റെ സുഹൃത്തല്ല, എൻ്റെ പരിചയക്കാരൊക്കെ ഉണ്ട്. അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളിത് തിരിച്ചു വന്ന ഉടനെ പെട്ടെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 മാസം 1 മാസം കൊണ്ടൊക്കെ നിങ്ങളെ കാശ് തിരിച്ചു തരാനുള്ള ഏർപ്പാട് കമ്പനി മാനേജ്മെൻറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എനിക്കറിയാം. അത് വെറും അസംബന്ധമാണ്, ഒരിക്കലും നടക്കില്ല. അത് വന്നു കഴിഞ്ഞാൽ ഞാനിതിലുള്ള ആളുകളോടൊക്കെ പറയുന്നത്, നിങ്ങൾ ഇപ്പം തന്നെ ഇരുന്ന് ചിന്തിച്ചോ, വിധി വന്നാൽ, വിധി പോസിറ്റീവായാൽ നിങ്ങൾ എന്ത് ചെയ്യും, നെഗറ്റീവായാൽ എന്തായിരിക്കും ചെയ്യുക, കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അറിയിപ്പുകളാണ് കിട്ടുക, എന്തായിരിക്കും അടുത്ത നടപടി എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചോ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അഹങ്കാരികളായ ആളുകൾക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ആരെയും ഉപദേശം വേണ്ട, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന, ഇവരെ വാക്കുകൾ കേട്ട് നിൽക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അവരാണ് വീണ്ടും കഷ്ടത്തിലാവുന്നത്. ഒരുപാട് ദയനീയമായ മെസ്സേജുകളൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ട്. വീടില്ല, വീട് പണയത്തിലാണ്, ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് ഈ കാശ് ഇതിലിട്ടത്, മക്കളെ കെട്ടിക്കണം, മരുന്ന് വാങ്ങാൻ കാശില്ല, വീട്ടിൽ അന്നത്തിന് വകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലോണൊക്കെ അടയ്ക്കാനുണ്ട്, എല്ലാം കൂടെ ജപ്തി ചെയ്ത് പോലും എന്നുള്ള വല്ല ദയനീയമായ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാശ് ഒരിക്കലും തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ല ഈ കേസിന് പോകുന്നത്. ഫ്രീസ് ചെയ്യപ്പെടാത്ത കാശ് കൂടെ ഫ്രീസ് ചെയ്യാതിരിക്കാനും, ഫ്രീസ് ചെയ്ത കാശ് എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് വേറെ ബിസിനസ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇവർ നോക്കുന്നത്. നിങ്ങൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആളുകൾ ആരും ഇപ്പം നിലവിലില്ല. പ്രതാപൻ അകത്താണ്, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഇത് വേണോ വേണ്ടോ എന്നുള്ള രീതിയിലാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ജീവനോടെ കിട്ടാതെ എന്തിനാണ് ഈ ശവത്തിനെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് വിഷയമില്ല. പക്ഷേ ജനങ്ങളെല്ലാവരും കൂടെ ഇളകിയിട്ട് അവർക്കെതിരെ തിരിഞ്ഞാലോ എന്നുള്ള ഭയം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കേസ് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് കമ്പനി തിരിച്ചു വന്നിട്ട് നിങ്ങളെ കാശെല്ലാം വീതിച്ച് തരുന്നോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻകം തന്നി കമ്പനി പ്രവർത്തിക്കുന്നോ ഉള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, എനിക്കൊരു ലാഭവുമില്ല, ഒരു നഷ്ടവുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നത് വെച്ചാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ബോധം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ഒരിക്കലും അത് സാധ്യമല്ല. ഇൻ കേസ് അവർക്ക് കാശ് കിട്ടിയാൽ തന്നെ അവർ മറ്റൊരു കമ്പനി തുടരുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറയും. കൂടുതൽ സംസാരിക്കാനൊന്നും നിങ്ങളോട് നിൽക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വഴിക്ക് അവരിതിനാക്കി തീർത്തു. ഇനി നിങ്ങളെ കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെങ്ങാനും പ്രശ്നത്തിന് ചെന്നാൽ അവർ പറയും, നിങ്ങളുടെ കാശ് ഞങ്ങൾ വാങ്ങി, നിങ്ങൾക്ക് കൺസ്യൂമൻറ്റ് കൂപ്പൺ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അതിൻ്റെ നിയമപ്രകാരം നിങ്ങൾ നീങ്ങുക, അതിലൂടെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ റെഡീം ചെയ്യണമായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടും. അല്ലാതെ ഇവിടെ കമ്പനിയിൽ നിങ്ങൾക്ക് ആർക്കും കാശ് തരേണ്ട യാതൊരു ബാധ്യതയും കമ്പനിക്കോ മാനേജ്മെൻറ്റിനോ ഇല്ല. അത് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്, നമ്മുടെ സർക്കാർ നമ്മളെ പൈസയ്ക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ നിയമപ്രകാരം
നിങ്ങൾ നീങ്ങുക. അതിന് എവിടെയാണോ പോകേണ്ടത് നിയമങ്ങൾ പഠിക്കാനും ചോദിച്ചറിയാനും അവിടെ പോയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് അതുമൂലം നീങ്ങുക. അല്ലാതെ ഞാനൊരു കമ്പനിക്ക് വേണ്ടി പറയുന്നില്ല, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. വേണമെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ പോവും, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ കൂട്ടത്തിൽ ആളുകൾ എണ്ണം കുറഞ്ഞു പോവും. ഇത് എന്തായി കേസെന്ന് ചോദിക്കുന്ന ആളുകൾ പോലും ഇനി ഉണ്ടാവില്ല. നിങ്ങളെ മെയിൻ ലീഡേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ 2-3 ആളുകളെ കാണുന്നുള്ളൂ. എനിക്ക് തോന്നി അജിത് ഷാജി ഒന്നും ഹൈറിച്ചിൽ ആരുമല്ല, അവനെ കൂലി കൊടുത്ത് ഏൽപ്പിച്ചതാണ്. ആളുകളെ പറഞ്ഞ് ക്ഷമയോട് കൂടി ഇരുത്താൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ അജിത് ഷാജി പറയും, ഞാൻ നിങ്ങളാരുമല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ കാശിപ്പിക്കണത്, അതുകൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അജിത് ഷാജി മുങ്ങും. അയ്യൂബിനെയും കാണാണ്ടാവില്ല, പുതിയ കമ്പനിയുമായിട്ട് അയ്യൂബ് പോവും. അതുപോലെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരുന്ന ആളുകളൊക്കെ സൈലൻ്റ് ആവും, നിങ്ങൾ മാത്രമായിട്ടിരിക്കും. അപ്പോൾ സമയത്ത് ചോദിക്കാനും പറയാനും ആരും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ചതിന് മാത്രം. ഞങ്ങളോട് ചോദിക്കണ്ട, ഇവിടെ നിയമം ഉപദേശം നൽകുന്ന പല ഇടങ്ങളുണ്ട്, അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് വേണ്ടതുപോലെ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കാശ് നഷ്ടപ്പെടും. എത്ര എനിക്ക് പറയാനുള്ളൂ.